ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ഓടി പോകുന്നത് നന്ദൂസിൻ്റെ വീട്ടിലേക്കാണ്. നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്തിട്ട് നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മളെല്ലാവരും കൂടെ ട്രാവൽ ചെയ്യുന്നത്. ഹലോ ഗൈസ്, എന്തോ തട്ടിപ്പുണ്ടല്ലോ. ഇല്ലല്ല, എന്തോ കഴിച്ചിട്ട് എത്ര നേരമായി? ഹലോ ഐഷു. ഐഷുവിൻ്റെ കൂടെ ട്രിപ്പ് പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഗൈസ് ഞാൻ. വെർ ഇസ് ദ ബാഗു? ഹലോ മോളെ, എടി നീ എപ്പോഴും അടുക്കളയല്ല, ഒന്ന് ഹായ് പറയടി. മോളെ ബാഗു, മോളെ ബാഗു നോക്കടി. അപമാനിച്ചിടി ഒരു നിമിഷം. ഞാൻ ഈ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയതാ. ഒരു സ്പൂൺ തരൂ. വെജിറ്റേറിയൻ ആയ ഐഷു ഉണ്ടാക്കിയ മുട്ടക്കറി. മുട്ടക്കറി ഐഷു വെജിറ്റേറിയൻ ആയ ഐഷു ഇളക്കിയ മുട്ടക്കറി. ക്രെഡിറ്റ് മൊത്തം അവർക്ക്. എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതായത് പറഞ്ഞിട്ട്. ദിസ് ഇസ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്. ചാമ്പയ്ക്ക ഉപ്പിലിട്ടതാണ്. നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന റോസ് കളറിലുള്ള ഒരു ഫ്രൂട്ടാണിത്. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ആയിട്ടുണ്ട്. നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ബിക്കോസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലോ. അതെ. അപ്പൊ ഓക്കെ, ഇന്നത്തെ ഡിന്നർ നമുക്ക് പൊറോട്ടയും മുട്ടക്കറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് കിടന്നുറങ്ങി. എന്തെന്ന് വെച്ചാൽ രാവിലെ 4:30 നമ്മൾ എല്ലാവരും എണീക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. 5 മണിക്കായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തത്. സോ യെസ്, ആൻഡ് ഇവരെയൊക്കെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞാൻ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഐ തിങ്ക് എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവരെയൊക്കെ അറിയുന്നുണ്ടാവും. സോ ഇനിയും നമ്മളെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, എണീറ്റ് നമ്മളെല്ലാരും എണീറ്റ്. ഐഷു മോളെ, ഐഷു എട്ടിനടി 4:30 അലാറം വെച്ചിട്ട് നമ്മൾ എണീക്കാൻ ചെറുതായിട്ട് ലേറ്റായി പോയി ഗൈസ്. ആൻഡ് ക്യാബ് ആണെങ്കിൽ ഒരു 5 minutes ഏർലി അങ്ങോട്ട് വന്നു. സോ എല്ലാവരും 15 minutes ഉള്ളിൽ റെഡി ആയിട്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ഊബറിൽ പ്രീവിയസ് ഡേ തന്നെ ക്യാബ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ആക്ച്വലി ക്യാബ് ബിഫോർ ടൈം തന്നെ നെക്സ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഞങ്ങൾ കണ്ടു യാത്ര പോയപ്പോ മലകേറി പോകണ്ടേ, അവിടുന്ന് തലകുത്തി 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 ചാടേണ്ടേ. മലകേറി പോകണ്ടേ, അവിടുന്ന് തലകുത്തി 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 ചാടേണ്ടേ. 10ാം മലകേറി പോകണ്ടേ, അവിടുന്ന് തലകുത്തി 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 കുഞ്ഞു കിളിയേ. നമ്മളുടെ ഈ കൺവെർസേഷനൊക്കെ കേട്ടിട്ട് ഐ ഗസ് യു കുഡ് ഗെസ് ദ പ്ലേസ്. യെസ്, നമ്മൾ നന്ദി ഹിൽസിലേക്കാണ് ട്രിപ്പ് വന്നത്. ആൻഡ് ഇവിടെ ഈ നമ്മൾ ക്രിസ്മസ് ടൈമൊക്കെയാണ് ട്രിപ്പ് പോയത്. അതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, ഇൻ കേസ് നിങ്ങളിങ്ങനെ ക്യാബൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ മാക്സിമം ലിക്വിഡ് ക്യാഷ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ബിക്കോസ് അവിടെ മേലെ ഒട്ടും നെറ്റ്വർക്കൊന്നും കിട്ടുന്നുണ്ടായില്ല. എന്നിട്ട് ഫൈനലി നമ്മൾ എക്സ്ട്രാ ക്യാഷൊക്കെ കൊടുത്തിട്ട് ക്യാബ് ഡ്രൈവറോട് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട്ട് വിടും. ഓക്കെ, ഇത്രയും ജനങ്ങളുണ്ട്.
എൻട്രൻസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എമൗണ്ട് ഒരു ചെറിയ എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആൻഡ് ഇൻ കേസ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ റീച്ച് ആകുന്ന പോലെ വന്നാലേ നിങ്ങൾക്ക് പ്രകൃതി ഭംഗി കംപ്ലീറ്റ്ലി ആസ്വദിക്കാൻ പറ്റൂ ഗൈസ്. നമ്മൾ ഈ റഷ് ചെയ്യുന്നത് ഫോഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഈ മഞ്ഞ് ഇറങ്ങുന്നത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ വുഡ് സേ നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഇൻ കേസ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുവാണെങ്കിൽ ബൈക്കൊക്കെ എടുത്തിട്ട് റൈഡ് വരാൻ ലൈക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് എൻ്റെ മോനെ ഈ ഒരു പ്ലേസില്ലേ എനിക്ക് ദേവലോകത്തൊക്കെ പോയൊരു ഫീലായിരുന്നു. കൈലാസത്തിലൊക്കെ പോകൂലേ, കൈലാസത്തിലെത്തിപ്പെട്ടൊരു ഫീലായിരുന്നു എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ. കണ്ണെടുക്കാൻ തോന്നിയിട്ടുണ്ടായില്ല. നമ്മൾ യൂഷ്വലി ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോഴല്ലേ ആകാശം കാണുക. ഇവിടെ പോയാൽ നമ്മൾ ആകാശത്തിൻ്റെ മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആകാശം കാണുന്ന ഒരു ഫീലാണ്. ആൻഡ് എനിക്കിത് എത്രത്തോളം പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. നിങ്ങൾ തന്നെ പോയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ ഭംഗി കണ്ട് കണ്ണ് തള്ളി നിന്ന് നമ്മൾ പിന്നെ ബാക്ക് ടു ബാക്ക് ഫോട്ടോ എടുത്തായിരുന്നു. വ്യൂ പോയിന്റിൽ പോയതിന് ശേഷം പിന്നെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഉള്ളിലുണ്ടായ ഒരു അമ്പലത്തിൽ കയറി. അമ്പലമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും അവിടെ പോകാണ്ട് നിൽക്കരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ അമ്പലമാണ്. സോ നമുക്ക് പഴയ കുറേ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. സോ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. കുറേ ഫോട്ടോസും എടുക്കാൻ പറ്റും. അടിപൊളിയാണ്. ഫോട്ടോ ഭാഗ്യനോട് പറയണം. ഈ നിഴലുകളൊക്കെ ഒന്ന് സൈഡിൽ പോകും. ഞാൻ ഈ നടക്കുന്നതൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ഓക്കെ. നിങ്ങൾ ഈശ്വരവിശ്വാസി ആകണമെന്നൊന്നും ഇല്ല. ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും വരാം. ഓക്കെ. പറയോ ശിവനും പാർവതിയും ഇത് പറയടി. വിഷ്ണു, ലക്ഷ്മി, മറ്റേ നമ്മുടെ ചിഹ്നം കവിത്വം, ഇത് ഗണേശൻ, കാല് കാണ്ട കുഞ്ചിതം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോണ്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ഡോറുണ്ട്. ഓക്കെ. സോ നിങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തല ഇടിക്കാണ്ട് സൂക്ഷിക്കണം. ഞാനിവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ 3 പ്രാവശ്യവും കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ തലയെങ്കിലും അവിടെ ഇടിച്ചിട്ടുണ്ടാവും. നന്ദി ഹിൽസിൽ വരുന്നവർ പലരും ഫസ്റ്റ് ഓഫ് ഓൾ അമ്പലമാണെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ കയറില്ല. ഇൻ കേസ് അമ്പലത്തിൽ കയറിയാൽ തന്നെ ഈ ഒരു പ്ലേസിലേക്കൊന്നും എല്ലാവരും മിസ് ചെയ്യാറുണ്ട് ഈ ഒരു പ്ലേസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു പ്ലേസിലൊക്കെ എന്തായാലും വന്നിരിക്കണം. ബിക്കോസ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്നാൽ യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് എനർജി. കൊഞ്ചം മൈനാക്കളെ, കൊഞ്ചം മൈനാക്കളെ. നമ്മളിവിടെ പാട്ടൊക്കെ പാടി റീൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു കുരങ്ങൻ പെട്ടെന്ന് എവിടുന്നോ കയറി വന്ന് നമ്മുടെ ബാഗ് കെട്ടെടുക്കാൻ ട്രൈ ചെയ്തത്. അമ്മച്ചി അല്ല കുറച്ച് ബിസിയാണ് ഗേൾസ്. വീഡിയോ चलो 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 रे चलो रे चलो रे. പിന്നെ അവിടെ കുറേ ഒരു മോഡേൺ വേർഷൻ ഓഫ് ട്രീ ഹൗസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂവും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ കിട്ടി. എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം.
ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു കുരങ്ങന്റെ കുറച്ച് ശല്യം ഉണ്ടായി. പിന്നെ ഇതെന്താ യാത്രാക്കുറിപ്പാ പണ്ടെല്ലാം പോയിട്ട് യാത്രാ വിവരണം. അടിപൊളിയായിരുന്നു ഓവറോൾ. രാവിലെ നല്ല തണുപ്പായിരുന്നു, ഇപ്പം നല്ല ചൂടുണ്ട്. ഭാഗ്യ കുറെ റീലെടുത്തു, നമ്മളും റീലെടുത്തു. കൊരങ്ങൻ നമ്മുടെ ലിപ്സ്റ്റിക് എടുക്കാൻ നോക്കി, ഭാഗ്യ അതിന് വിട്ടില്ല, ചീറി പായിച്ചു. അടിപൊളിയാന്ന് ഗൈസ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. വരുമ്പം പേഴ്സണൽ വണ്ടി ഉണ്ടെങ്കിൽ കൊള്ളാം. ആക്ച്വലി ഇവിടെ കാണാൻ വലുതായിട്ടൊന്നും ഇല്ല. രാവിലെ വരുവാണെങ്കിൽ ആ മേഘങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ വരുമ്പോഴൊരു വൈബ്. അമ്പലത്തിന്റെ ഉള്ളിലും വിചാരിച്ചിട്ട് എല്ലാരും കേറാതിരിക്കരുത്, നഷ്ടാവും. നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് കൂടെ തോന്നല്ലേ, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. അമ്പലം അടിപൊളിയായിരുന്നു. കുറെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തില്. പിന്നെ എന്താണ് ഗൈസ്, പിന്നെ അത്ര തന്നെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഡ്രൈവർ ചേട്ടന് എന്ത് പറയുന്ന അറിയില്ല. അയ്യോ, ക്യാബിൻ്റെ ഡ്രൈവർ ഇവർ പറഞ്ഞ പോലെ തീരെ മനസാക്ഷി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഗൈസ്. നമ്മളുടെ കയ്യിൽ നിന്ന് ആക്ച്വലി ഏറിപ്പോയാൽ 2500 ഒക്കെ ആകുന്ന ക്യാബിന് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 4500 രൂപയാണ്, വിച്ച് വാസ് നോട്ട് വർത്ത് അറ്റ് ഓൾ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെള്ളം പോലും കുടിക്കാണ്ടാണ് ഇറങ്ങിയത്. മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങൾ താഴെ തന്നെ കഴിച്ചിട്ട് വേണം മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ ഒരു ചോളം വാങ്ങിച്ച് കഴിച്ചു ഗൈസ്. എൻ്റെയും ഒരു നന്ദുവിൻ്റെയും ഭാഗ്യത്തിന് ഇത് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. നമുക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. അറ്റ് ദ സെയിം ടൈം നല്ല വിശപ്പുമായിരുന്നു. ഇത് ഫുൾ കഴിച്ചു തീർത്തത് നമ്മളായിരുന്നു. കൈ പൊള്ളുന്നടി. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ആക്ച്വലി കോളേജിൻ്റെ അടുത്ത് ഒരു അടിപൊളി മലയാളി ഹോട്ടലുണ്ട്, ചേട്ടാ ഒരു ചായ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ ട്രൈ ചെയ്യുക ഗൈസ്. കുറേ സ്നാക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നാട്ടിലുള്ള. ആൻഡ് നമ്മളിവിടുന്ന് എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്? ഒരു അപ്പം, ഇടിയപ്പം, ചായ, മുട്ടക്കറി, ചിക്കൻ കറി, ഇതെല്ലാം നമ്മൾ കഴിച്ചത്. പിന്നെ ഇതിനെല്ലാം കൂടെ പിരിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റിലൊരു ലൈം ജ്യൂസും കുടിച്ചു. യെസ്, എൻ്റെ ഈ ലൈം ജ്യൂസോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.